നമ്മള് നേരത്തെ പാടി നടന്നൊരു പാട്ട് പോലെ ഈ സ്വർണം കട്ടവനാരപ്പ അത് സഖാക്കളാണേ അയ്യപ്പ. ഇപ്പൊ അത് പാടി നടക്കേണ്ടത് രക്തസാക്ഷികളുടെ ഫണ്ട് കട്ടതാരപ്പ മുക്കിയതാരപ്പ അത് സഖാക്കളാണേ അയ്യപ്പ, അതും സഖാക്കളാണേ അയ്യപ്പ എന്ന തരത്തിലേക്ക് ഈ കേരള സംസ്ഥാനത്തിന്റെ ഫണ്ട് തട്ടിപ്പ് നടക്കുകയാണ്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധനരാജിന്റെ പേരിൽ ഫണ്ട് തട്ടിപ്പ് നടത്തുന്നു, രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് തട്ടിപ്പ് നടത്തുന്നു, ഈ പറയുന്ന കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ ഫണ്ട് തട്ടിപ്പ് നടത്തുന്നു, ഓഫീസ് നിർമ്മാണത്തിന്റെ പേരിൽ ഫണ്ട് തട്ടിപ്പ് നടത്തുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഫണ്ട് തട്ടിപ്പിന്റെ ഒരു ഘോഷയാത്രയാണ്. ഈ ധനരാജിന്റെ അടക്കം, രക്തസാക്ഷികളുടെ അടക്കം, ഈ കെട്ടിട നിർമ്മാണത്തിന്റെ അടക്കം ഫണ്ട് കൊടുത്തതാരായിരിക്കും? സഖാക്കള്, കേവലം സഖാക്കള് മാത്രമാണോ? അല്ലല്ലോ. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ചുണ്ടാക്കുന്ന ബക്കറ്റ് പിരിവ് നടത്തി AKG സെന്ററിൽ നിന്ന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരള സംസ്ഥാനം മുഴുവൻ വ്യാപകമായിട്ട് പിരിക്കുന്ന ഫണ്ടാണ്. ആ പിരിക്കുന്ന ഫണ്ടാണ് ഇവരുടെ ഇഷ്ടാനുസരണം ഇവരുടെ സഖാക്കളും മേലുദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ മേൽ സഖാക്കളും ഒക്കെ നടത്തി അല്ലെങ്കിൽ ഈ ഫണ്ട് തട്ടിച്ചുകൊണ്ട് അവർ പിരിച്ചെടുക്കുന്നത്. ഇവിടെ സഖാവ് കുഞ്ഞികൃഷ്ണൻ ഒരു കേവലം ഒരു അണി മാത്രമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വർഷങ്ങളായി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് എത്രയോ നാളുകൾ കൊണ്ട് ആ ചെങ്കൊടി പിടിച്ചുകൊണ്ട് അതിന്റെ പ്രതിഷേധത്തിലും പ്രതിരോധത്തിലും ആ പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തനത്തിലും ആ ചെങ്കൊടി എന്ന് പറയുന്ന ആ ചെങ്കൊടി പിടിക്കുന്ന ആ പ്രസ്ഥാനത്തിലെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു സഖാവ്, സമുന്നതനായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി അംഗം. ആ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ ആരോപണം, ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവരുടെ ഒരു അണിയല്ല, കേവലം ഒരു പ്രവർത്തകനല്ല, പാർട്ടി മെമ്പർ അല്ല. ആ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് വളരെ ദീർഘമായിട്ടുള്ള കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ സേവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് സഖാവ് കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹമാണ് വളരെ വിശദമായി വ്യക്തമായി പാർട്ടി നേതാക്കൾക്കെതിരെ, പാർട്ടി പ്രവർത്തകരുടെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, 2022 കൊടിയേരി എന്ന് പറയുന്ന, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ഞാൻ മുതിരുന്നില്ല എങ്കിൽ പോലും ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ കൊടിയേരി എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ, തലശ്ശേരിയിലുള്ള വീട്ടിൽ ചെന്നുകൊണ്ട് ഈ സഖാവ് കുഞ്ഞികൃഷ്ണൻ വളരെ വ്യക്തമായി വിശദമായി തന്നെ ആ ഫണ്ട് എങ്ങനെയൊക്കെ ദുരുപയോഗം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വിശദമായി വിദഗ്ധമായി അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു ചുക്കും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഏതാണ്ട് 1 കോടി രൂപ ഈ പാർട്ടിയിൽ നിന്ന് സാധാരണക്കാരായ മനുഷ്യരിൽ നിന്ന് ഈ ഫണ്ട് തട്ടിച്ചിട്ട് ഇത് പാർട്ടിയുടെ പിണറായി വിജയൻ അടക്കമുള്ള നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സഖാക്കൾ ഇന്നും പറഞ്ഞു നടക്കുന്ന ഈ പാവപ്പെട്ടവരുടെ, നിരാലംബരുടെ, നിർധനരായിട്ടുള്ള നിർദോഷികളുടെ അപ്പോസ്തലനായി വാഴുന്ന പിണറായി വിജയൻ അടക്കം ഈ പാർട്ടിയുടെ ഫണ്ട് തട്ടിപ്പിനകത്ത് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള വ്യക്തിയാണെന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്നില്ലേ? സഖാവ് കൊടിയേരിക്ക് ഇതുമായിട്ട് വ്യക്തമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്നില്ലേ? വേറെ ആരൊക്കെയാണ് മുൻ MLA മാരായിട്ടുള്ള സഖാവ് കൃഷ്ണനും അതുപോലെ തന്നെ വേറെ അദ്ദേഹത്തിന്റെ 2 വ്യക്തികളും കൂടി ഈ വ്യക്തമായിട്ടുള്ള ഫണ്ട് തട്ടിപ്പിന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്ന് അദ്ദേഹം TI മധുസൂദനൻ അടക്കമുള്ള ആളുകൾക്ക് ഇതുമായിട്ട് ധാരണയുണ്ടെന്ന് ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാത്തിനും ഉപരി അവർ തന്നെ വിശേഷിപ്പിക്കുന്ന വിപ്ലവ നായകനായിട്ടുള്ള VS അച്യുതാനന്ദൻ സാമ്പത്തിക അരാജകത്വം ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അന്ന് ഈ സഖാക്കളെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിച്ചത് നമ്മൾ മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് സാമ്പത്തിക അരാജകത്വം ഉണ്ടാകുന്ന പറഞ്ഞത്? ഇന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടി മാർക്സിസവും കമ്മ്യൂണിസത്തിനെയും ഒക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളുകൾ ഇന്നും ഈ കേരളത്തിലുണ്ട്. അത് ഒരുപാട് ബഹുമാനിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആശയപരമായിട്ടുള്ള ആ പ്രസ്ഥാനത്തിന്റെ ഈ പറയുന്ന മാർക്സിസവും കമ്മ്യൂണിസത്തിനെയും ഒക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇന്ന് ആ പാർട്ടി, ആ പ്രസ്ഥാനം കേവലം പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ഒരു ഫാമിലി പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെറുപ്പുപീടിയും കട്ടൻ ചായയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ ചെങ്കൊടി പിടിച്ചുകൊണ്ട് ധാരാളം പാടത്തും പരമ്പത്തും ഒക്കെ കൂലിയെടുത്ത് അല്ലെങ്കിൽ പണിയെടുത്തിട്ടുള്ള സഖാക്കന്മാരുടെ പാർട്ടിയാണ് ഇന്ന്. അത് കേവലം ബൂർഷ്വാസികളുടെയും കോർപ്പറേറ്റിന്റെയും മാത്രം പാർട്ടിയായി, കേവലം പിണറായി വിജയന്റെയും ഈ പറയുന്നത് പോലെ MV ഗോവിന്ദന്റെയും മരുമകന്റെയും മകളുടെയും ഒക്കെ മാത്രം പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ധനരാജിന്റെ ഫണ്ട്, കെട്ടിട നിർമ്മാണ ഫണ്ട്, അതുപോലെ തന്നെ കോടികൾ പിരിച്ചുണ്ടാക്കുന്ന ഇതുപോലത്തെ ഫണ്ട്, ഈ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, എവിടെയാണ് പോകുന്നത്, അത് ഈ പറയുന്ന പൊതുസമൂഹത്തിനോട് പറയുവാനുള്ള എല്ലാവിധമായിട്ടുള്ള ധാർമ്മികതയും ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കേവലം സഖാക്കളുടെ കയ്യിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കുന്ന ഒരു ഫണ്ടല്ല. ഈ നാട്ടിലെ പൊതുനിരത്തിൽ ഇറങ്ങിക്കൊണ്ട് ബക്കറ്റ് പിരിവ് നടത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ അടക്കമുള്ള ഫണ്ട് പിരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ധനരാജിനെ രക്ഷിക്കണമെന്ന നിലയിൽ, കെട്ടിട നിർമ്മാണം ഉണ്ടാക്കണമെന്ന നിലയിൽ ഇവരെന്തെല്ലാം ഫണ്ടുകളാണ് പിരിക്കുന്നത്? ഏതെല്ലാം രീതിയിലാണ് വിജയ് ചൂണ്ടിക്കാണിക്കുന്ന